കേന്ദ്ര ഏജൻസികൾക്ക് നേരെ കൈയോങ്ങുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെ 19ഓളം പേർ പ്രതിക്കൂട്ടിലായ ഈ കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെയും പ്രതികളുടെ വ്യക്തിജീവിതത്തെയും ഒരുപോലെ പിടിച്ച് ഉലയ്ക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് പുറത്തു വരുന്നത്. തെരുവിൽ കാട്ടിയ ആവേശം നിയമത്തിന്റെ വഴിയിലേക്ക് വരുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സൂചനകളാണ് നിയമവിദഗ്ധർ നൽകുന്നത്. പശ്ചിമ ബംഗാളിലെ സന്ദേശഖാലിയിൽ ED സംഘത്തെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി ഷേഖ് ഷാജഹാന് കൊൽക്കത്ത ഹൈക്കോടതി അടുത്തിടെയും ജാമ്യം നിഷേധിച്ച വാർത്ത ഇവിടത്തെ പ്രതികൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. റേഷൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും ആക്രമിച്ച കേസിൽ 2024 ജനുവരിയിൽ അറസ്റ്റിലായ ഷാജഹാന് 2 വർഷം കഴിഞ്ഞിട്ടും ഇനിയും ജാമ്യം ലഭിച്ചിട്ടില്ല. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള സാധ്യത മുൻനിർത്തിയാണ് CBIയുടെ വാദങ്ങൾ അംഗീകരിച്ചത്. കോടതി ഷാജഹാന്റെ ജാമ്യാപേക്ഷകൾ തുടർച്ചയായി തള്ളുകയുമാണ്. സമാനമായ ഒരു നിയമയുദ്ധത്തിലേക്കാണ് തിരുവനന്തപുരത്തെ പ്രതികളും ഇപ്പോൾ നടന്നു നീങ്ങുന്നത്. ബംഗാളിൽ ഉണ്ടായതിനേക്കാൾ ആസൂത്രിതവും പരസ്യവുമായ ആക്രമണമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറിയതെന്നാണ് ED കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചെന്ന കടുത്ത വകുപ്പുകൾക്ക് പുറമെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ക്രമസമാധാന പാലനത്തിന് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത് ജാമ്യം ലഭിക്കാത്ത ഏറ്റവും തടസ്സമായ ഘട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. പ്രതികൾക്ക് നിയമവഴിയിൽ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നതും സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ്. ED ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെയും പാർട്ടി ഓഫീസിനുള്ളിലേക്ക് പ്രതികൾ ഓടിക്കയറുന്നതിന്റെയും കൃത്യമായ CCTV മാധ്യമ ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു പോലീസിന്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ തന്നെ തങ്ങൾ നിരപരാധികളാണ് എന്ന പ്രതികളുടെ വാദം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിപ്പോകാൻ ഇത് കാരണമാകും. പാർട്ടി ഓഫീസുകളെ പ്രതികളെ ഒളിപ്പിക്കാനുള്ള കേന്ദ്രമാകാൻ ശ്രമിച്ചതും പോലീസിന്റെ ഔദ്യോഗിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തിയതും കേസിന്റെ ഗൗരവം ഇരട്ടിയാക്കുന്നു. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് സന്നാഹം എത്തിയപ്പോൾ ഉണ്ടായ നാടകീയ രംഗങ്ങളും ഉന്തും തള്ളും കോടതിയിൽ പോലീസിന് അനുകൂലമായ ഘടകങ്ങളാകും. പ്രതികൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് ഇത് ബലം നൽകും. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ കനത്ത സമ്മർദ്ദമുള്ളതിനാൽ സംസ്ഥാന പോലീസിന് കേസിൽ അയഞ്ഞ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കേസ് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നതും ഈ കേന്ദ്ര ഇടപെടൽ തന്നെയാണ്. ഭരണകക്ഷി നേതാക്കൾ പ്രതികളായ കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ വീഴ്ചയുണ്ടായാൽ പോലീസും കേസ് CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളിലേക്ക് മാറാൻ അധിക സമയം വേണ്ടിവരില്ല. കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര കക്ഷി ചേരുകയോ ചെയ്താൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുക എന്നത് കഠിനമായ കാര്യം തന്നെയായിരിക്കും. പ്രതികൾക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നത് തന്നെയാണ് ജാമ്യം നിഷേധിക്കാനുള്ള ഏറ്റവും വലിയ കാരണമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുക. പുറത്തിറങ്ങിയാൽ ഇവർ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നും വാദികൾ ബംഗാളിലെ ഷേഖ് ഷാജഹാന്റെ കേസ് തന്നെ പ്രോസിക്യൂഷൻ മാതൃകയായി മാറ്റും. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും DYFIയുടെ ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളായ യുവ നേതാക്കളാണ്. ഒരു രാഷ്ട്രീയ ആവേശത്തിന്റെ പുറത്ത് നിയമം കയ്യിലെടുത്ത ഈ യുവാക്കളുടെ രാഷ്ട്രീയ ഭാവിക്കും ഈ കേസ് വലിയ തിരിച്ചടിയാകും. ജാമ്യം ദീർഘകാലത്തേക്ക് നീണ്ടുപോവുക കൂടി ചെയ്താൽ അത് ഇവരുടെ വ്യക്തിജീവിതത്തെയും കരിയറിനെയും പൂർണ്ണമായി ബാധിക്കും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഒടുവിൽ ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൈയൊഴിഞ്ഞ ചരിത്രവും ഇവരുടെ മുന്നിലുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള കടുത്ത നിയമ നടപടികളിലേക്കാണ് ഈ കേസ് നീങ്ങുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ കയ്യേറ്റം കേവലം ഒരു പ്രാദേശിക ക്രമസമാധാന പ്രശ്നമായി കാണാൻ കോടതികൾ തയ്യാറാകില്ല. രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ തണലിൽ ജാമ്യം എളുപ്പത്തിൽ കിട്ടുമെന്ന പ്രതികളുടെ പ്രതീക്ഷകൾക്ക് നിയമത്തിലെ കടുത്ത വകുപ്പുകൾ തന്നെയായിരിക്കും വിലങ്ങുതടി ആവുക. ചുരുക്കത്തിൽ നിയമത്തെ വെല്ലുവിളിച്ച് തെരുവിൽ ആവേശം കാട്ടിയവർക്ക് വരും ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. പശ്ചിമ ബംഗാളിലെ അനുഭവം കാണിച്ചു തരുന്നത് കേന്ദ്ര ഏജൻസികൾക്കെതിരായ ആക്രമണങ്ങളിൽ കോടതികൾ കടുത്ത നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ED ആക്രമണ കേസിലെ പ്രതികൾക്ക് അടുത്ത കാലത്തൊന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന നിയമപരമായ യാഥാർത്ഥ്യം ഒന്ന് മാത്രമാണ്. പിണറായി വിജയന്റെ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ, കോട്ടയം രാമപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത അമൽ എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്.
ആക്രമണത്തിൽ പങ്കെടുത്ത മുൻ പാളയം കൗൺസിലർ IP ബിനു വൈകിട്ടോടുകൂടി തിരുവനന്തപുരം AR ക്യാമ്പിലെത്തി പോലീസിന് കീഴടങ്ങി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 9 ഉയർന്നു. കേസിൽ പ്രതികളായ ആറ്റുകൽ ഉണ്ണിയും പാളയം സന്തോഷും നിലവിൽ ഒളിവിലാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി നിതിൻ രാജ, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ, നേമം ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത്, മേഖല കമ്മിറ്റി അംഗം ജീവൻ, കാരവിള യൂണിറ്റ് സെക്രട്ടറി മനോജ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ 5 പേരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പിടിയിലായവർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വധശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ വരുന്നതിനാൽ അവിടെ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ചതിന് CPM പ്രവർത്തകർക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പരിക്കേറ്റ പോലീസുകാർ ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ED ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നു. ആക്രമണം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം എത്തി വിശദമായ പരിശോധന നടത്തി. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്കും കേരള പോലീസിന് കടുത്ത നാണക്കേടുണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കണ്ണൂരിലും കോഴിക്കോടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സംഘർഷമില്ലാതെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ തലസ്ഥാന നഗരത്തിൽ അത്തരമൊരു ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് പൈലറ്റും എക്സ്കോർട്ടും ഒരുക്കാതെ പ്രകോപിതരായ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കി വിട്ടത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതാണ് ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ പരിക്കേൽക്കാൻ കാരണം ആയിട്ടുള്ളത്. സംഭവ ദിവസം നടന്ന സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് അവധിയിലായിരുന്നതിനാൽ റേഞ്ച് DIG ഹീമേന്ദ്ര നാഥായിരുന്നു ക്രമസമാധാന ചുമതല. എന്നാൽ ഇത്രയും ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടും CIG സ്ഥലത്തെത്തിയില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ജൂനിയറായ 2 IPS ഉദ്യോഗസ്ഥരാണ് സംഭവ സ്ഥലത്ത് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. ക്രമസമാധാന ചുമതലയിലുള്ള ADGP H വെങ്കടേഷ് വൈകിട്ടോടുകൂടി പാളയം മീഡിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി. പ്രതികളെ വിട്ടുതരണമെന്ന് പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്നും വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെയും ഇന്റലിജൻസ് മേധാവിയെയും തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടി.